ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സമാഗമന കൂടാരം എന്ന വിഷയത്തിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതായ വിഷയത്തോട് ചേർന്ന് ചില കാര്യങ്ങൾ കൂടെ ഇന്നും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ആലയത്തിലെ വേലയെ സംബന്ധിച്ചുള്ളതായ ചില കാര്യങ്ങളാണ്. ആലയത്തിൽ അതിൻ്റെ അകത്ത് ചെയ്യുന്നതായ ശുശ്രൂഷകളല്ല. നമ്മൾ ഇതുവരെയും സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അതിൻ്റെ പുറമേ നിന്നുകൊണ്ടുള്ളതായ ചില കാര്യങ്ങളൊക്കെയാണ് നാം നോക്കിക്കണ്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആലയം ഒരു സ്ഥലത്ത് കെട്ടുന്നതും മറ്റൊരു സ്ഥലത്തേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നതും മറ്റൊരു സ്ഥലത്ത് അത് കെട്ടി നിവർത്തി കെട്ടുന്നതുമായ വലിയൊരു വേലയുണ്ട്. അതൊരു വലിയൊരു വേലയാണ്. കൂടാരം ഒരിടത്തു നിന്നും പറിച്ച് മടക്കി കെട്ടി യാത്രയിൽ ചുമന്നു കൊണ്ടുപോവുക, അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അത് അതുപോലെ തന്നെ കൃത്യമായി നിവർത്തി കെട്ടുക ഒരു വലിയ ശുശ്രൂഷയാണ്. അങ്ങനെയുള്ളതായ വേല ചെയ്യുന്ന ആ വേലയെക്കുറിച്ച്, ആലയത്തിലെ വേലയെക്കുറിച്ചുള്ളതായ ചില കാര്യങ്ങളാണ്, ആലയത്തിലെ ശുശ്രൂഷകളെക്കുറിച്ചുള്ളതായ പുറമേയുള്ളതായ ചില കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് നിർത്തിയത്. ദൈവം ആലയത്തിൽ വേല ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത് ലേവി ഗോത്രത്തെയായിരുന്നു. യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ചത് ലേവി ഗോത്രത്തെയാണ്. നിങ്ങൾ ആദ്യം മുതലുള്ളതായ ക്ലാസ്സുകൾ കേട്ടവർക്കറിയാം ലേവി ഗോത്രത്തിന് ഈ പദവി ലഭിക്കാൻ എന്താണ് കാരണമെന്ന്. ഞാൻ ഒറ്റ വാക്കിലൊന്ന് പറയാം. അവൻ്റെ യോഗ്യതയോ അവൻ്റെ അപ്പൻ്റെ യോഗ്യതയോ അവരുടെ അപ്പൻ്റെ യോഗ്യതയോ ഒന്നുമല്ല. കാരണം അപ്പനായ യാക്കോബ് മരിച്ചപ്പോൾ ശപിച്ച മക്കളാണ് ലേവ്യര്. എൻ മനമേ, ഇവരുടെ മന്ത്രണത്തിൽ കൂടരുതേ എന്നാണ് അപ്പം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവര് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആമീൻ പറയരുത് എന്ന്, ഇവരുടെ മന്ത്രണത്തിൽ കൂടരുത് എന്ന്. അപ്പോൾ അപ്പൻ്റെ ശാപമാണ് അവരുടെ തലയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇത്ര മഹത്വകരമായി ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം എന്താണ് അവൻ്റെ യോഗ്യത? മോശ പ്രമാണവും വാങ്ങി പർവ്വതത്തിന് മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ പാളയത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയാണ്. മോശയുടെ ഉള്ളു നൊന്ത് പാളയത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നോക്കിക്കൊണ്ട്, യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് വിളിച്ചപ്പോൾ, യഹോവയുടെ പക്ഷത്തിലുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് മോശ വിളിച്ചു പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് കാളക്കുട്ടിയും വേണ്ട, കാളക്കുട്ടി ആരാധനയും വേണ്ട എന്ന തീരുമാനമെടുത്ത് ദൈവപക്ഷത്തേക്ക് മാറി നിന്നു. ഞങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മതി എന്നുള്ളതായ തീരുമാനമെടുത്ത് മാറി നിന്നു. അതാണ് ലേവ്യന് ഈ ശുശ്രൂഷ ലഭിക്കാനുള്ളതായ യോഗ്യത. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമുക്ക് ദൈവസഭയാകുന്ന ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ, രാജകീയ പുരോഹിതവർഗമായി നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ ഒറ്റ യോഗ്യത എന്ന് പറയുന്നത്
ദൈവവിളി കേട്ടപ്പോൾ മാറി നിന്നു. സുവിശേഷത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവ് മതി എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കുരിശിന്റെ ചുവട്ടിലേക്ക് മാറിയുന്ന കൂട്ടരാണ് സഭയിലെ ശുശ്രൂഷക്കാര്. ഈ ലേവ്യര് ആലയ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കിട്ടുന്ന സംബന്ധിച്ച് അവിടെ ശുശ്രൂഷകൾ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു, ലേവ്യരുടെ മക്കൾ 3 മക്കളാണ്. അവരുടെ മക്കൾ ലേവി ഗോത്രം 22,000 പേരുണ്ട്. ആ സമയത്ത് 22,000 പേരുണ്ട്. അവര് സമാഗമന കൂടാരത്തിൻ്റെ തെക്കും വടക്കും പടിഞ്ഞാറുമായി പാർത്തു പോന്നു. പടിഞ്ഞാറ് ഗേർശോന്യര്, തെക്ക് കെഹാത്യര്, വടക്ക് മെരാര്യര്. ആലയത്തോട് ചേർന്നാണ് അവർ പാർക്കുന്നത്. ഇവർക്ക് ശുശ്രൂഷകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. പടിഞ്ഞാറ് പാർക്കുന്നതായ ഗേർശോന്യര്, അവരാണ് ശീലകളൊക്കെ ചുമക്കുന്നത്. പ്രാകാരത്തിൻ്റെ ചുറ്റും വലിച്ചു കെട്ടിരിക്കുന്നതായ മറശീല, തിരുനിവാസത്തിൻ്റെ മൂടുവിരി, ഇങ്ങനെയുള്ളതെല്ലാം അത് വലിച്ചു കെട്ടാനുള്ളതായ കയറുകൾ, ഇങ്ങനെയുള്ളതെല്ലാം ചുമക്കുന്നത് ഗേർശോന്യരാണ്. കെഹാത്യരാണ് ഏറ്റവും വെയിറ്റുള്ളതും വിലപ്പെട്ടതുമായത് ചുമക്കുന്നത്. സാക്ഷ്യപെട്ടകം, കൃപാസനം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, ധൂപപീഠം, ഇങ്ങനെയുള്ളതെല്ലാം. ഇതൊക്കെ ഇരിക്കുന്നത് വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തുമാണ്. വേണമെങ്കിൽ ആ പിക്ചർ ഒന്ന് ഷെയർ ചെയ്യാം. അതെല്ലാം നല്ല കനപ്പെട്ടതാണ്. തിരുനിവാസത്തിൻ്റെ ആ മൂടുശീലയെല്ലാം മാറ്റി കാണുന്നതായ ഒരു പിക്ചറുണ്ട്. അവിടെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്നതായ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്, തങ്ക നിലവിളക്കുണ്ട്, ധൂപപീഠമുണ്ട്. അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്നതായി കൃപാസനമുണ്ട്, സാക്ഷ്യപെട്ടകം. സാക്ഷ്യപെട്ടകത്തിൻ്റെ മേൽമൂടിയാണ് കൃപാസനം എന്ന് പറയുന്നത്. അതിൻ്റെ ആ മൂടുവിരി മൂടുശീലയെല്ലാം ഒന്ന് കീറി മാറ്റി പുറമെ നോക്കി കാണുന്നതല്ല ഒന്നും. വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന തങ്ക നിലവിളക്ക്, കവരവിളക്ക്, തങ്ക നിലവിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, ധൂപപീഠം, ഇങ്ങനെ 3 ഉപകരണങ്ങളാണ് വിശുദ്ധ സ്ഥലത്തുള്ളത്. അതൊക്കെ നല്ല കനമുള്ളതാണ്. ഖദിരമരം കൊണ്ടുണ്ടാക്കി, സ്വർണ്ണ തകിട് കൊണ്ട് പൊതിഞ്ഞ്, അതൊക്കെ തണ്ട് വെച്ചാണ് ചുമക്കുന്നത്. തണ്ട് ചെലുത്തിയിട്ടുണ്ട്. കൊളുത്തുകളിട്ട് ആ കൊളുത്തുകളിൽ തണ്ട് ചെലുത്തി 4 പേര് കൂടിയാണ് ചുമക്കുന്നത്. നല്ല കനമുള്ളതാണത്. അതുപോലെ തന്നെ സാക്ഷ്യപെട്ടകം എന്നൊക്കെ പറയുന്നത് ഖദിരമരം കൊണ്ടുണ്ടാക്കി, അകത്തും പുറത്തുമെല്ലാം സ്വർണ്ണ തകിട് കൊണ്ട് പൊതിഞ്ഞതും, അതിൻ്റെ മുകളിലിരിക്കുന്നതായ മേൽമൂടി എന്ന് പറയുന്നതാണ് കൃപാസനം. ആ കൃപാസനം തങ്കമാണ്, സ്വർണമാണ്, നല്ല ഖനമുള്ളതാണ് കൃപാസനം. അതിന് പുറത്തായി സ്വർണം കൊണ്ട് അടിപ്പ് പണി ഉണ്ടാക്കിയതായി 2 കെരൂബുകളുണ്ട്, നല്ല ഖനമുള്ള 2 കെരൂബുകൾ. ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല ഖനമുള്ളതാണ്. ഇതെല്ലാം ചുമക്കുന്നതായ ജോലി ചെയ്യുന്നവരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ് കെഹാത്യര്. 8600 പേരുണ്ട്. വീണ്ടും മെരാര്യര് അവർ 6200 പേരുണ്ട്. അവർ ചെയ്യുന്നതായ ശുശ്രൂഷ നമുക്ക് സംഖ്യാപുസ്തകം, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് പെട്ടെന്നങ്ങ് പറയുകയായിരുന്നു ചെയ്തത് മെരാര്യരെ കുറിച്ച്. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 38 വരെയുള്ളതായ വാക്യങ്ങൾ. മെരാരിയിൽ നിന്ന് മഹ്ലിയരുടെ കുടുംബവും മൂഷ്യരുടെ കുടുംബവും ഉത്ഭവിച്ചു. മെരാര്യ കുടുംബങ്ങൾ ഇവ തന്നെ:
അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവർ 6200 പേർ. മെരാരി കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് അബിഹൈലിന്റെ മകൻ സൂരിയേൽ പ്രഭു ആയിരിക്കണം. ഇവർ തിരുനിവാസത്തിന്റെ വടക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. മെരാരിയർ നോക്കുവാൻ നിയമിച്ചിട്ടുള്ളത് തിരുനിവാസത്തിന്റെ പലക, അന്താഴം, തൂണ്, ചുവട്, അതിന്റെ ഉപകരണങ്ങളൊക്കെയും അത് സംബന്ധിച്ചുള്ള എല്ലാ വേലയും, പ്രാകാരത്തിന്റെ ചുറ്റുമുള്ള തൂൺ, അവയുടെ ചുവട്, കുറ്റി, കയറ് എന്നിവ. എന്നാൽ തിരുനിവാസത്തിന്റെ മുൻവശത്ത് കിഴക്ക് സമാഗമന കൂടാരത്തിന്റെ മുൻവശത്ത് തന്നെ സൂര്യോദയത്തിന് നേരെ മോശയും അഹരോനും അവന്റെ പുത്രന്മാരും പാളയമിറങ്ങുകയും ഇസ്രായേൽ മക്കളുടെ കാര്യമായ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യം നോക്കുകയും വേണം. അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. മെരാരിയിൽ ചെയ്യുന്നതായ ശുശ്രൂഷകൾ തിരുനിവാസത്തിന്റെ പലക, അന്താഴം, തൂണ്, ചുവട്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, പ്രാകാരത്തിന് ചുറ്റുമുള്ള തൂണ്, അവയുടെ ചുവട്, കുറ്റി, കയറ് എന്നിവയുടെ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ഈ തിരുനിവാസത്തിന്റെ പലക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതൊക്കെ വലിയൊരു പഠന വിഷയം തന്നെയാണ്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ, ആലയത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഈ ഉപകരണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ പുറമെ ഒന്ന് മാത്രം മനസ്സിലാക്കുക. ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ചേർന്ന് തിരുനിവാസം, അത് ചുറ്റും പലകയാണ്, കതിരമര പലകയാണ്. 48 പലക എണ്ണമൊക്കെ ഉണ്ട്, അതിൻ്റെ എണ്ണമുണ്ട്. ആ പലക നല്ല ഘനമുള്ള പലക അന്താഴം വെച്ച് തമ്മിൽ ചേർത്ത് യോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നല്ല കനമുള്ളതാണ്. അതുപോലെ പ്രാകാരത്തിൻ്റെ ചുറ്റും ഉള്ളതായ പ്രാകാര തൂണുകൾ 60 തൂണ്, അതെല്ലാം വെള്ളി ചുവടിൽ ഉറപ്പിച്ചിരിക്കുന്നവ, താമ്രം പൊതിഞ്ഞിരിക്കുന്നവ, വെള്ളി കൊളുത്തുകളുണ്ട്. അത് കൊളുത്ത് വേറെയാണ്. അതിൻ്റെ കൊളുത്ത്, താമ്ര ചുവട്, ഈ 60 തൂണുകൾ, അതുപോലെ ഈ തിരുനിവാസിൻ്റെ പലകകൾ, ഇങ്ങനെയുള്ള ഇതെല്ലാം അല്പം കനമുള്ളതാണ്. മറ്റവർക്ക് ശീലകളി വന്നാൽ മതി, അത്ര വലിയ ഘനമില്ല. എന്നാൽ മെരാരിയിൽ അല്പം കൂടെ ഘനമുള്ളതാണ് ചുമക്കുന്നത്. ഏറ്റവും ഘനമുള്ളതും വിലപ്പെട്ടതുമായിട്ട് വഹിക്കുന്നത് കെഹാത്യരാണ്. ഈ സമാഗമന കൂടാരം ദൈവത്തിൻ്റെ ശേഖേന മേഘം പൊങ്ങുമ്പോൾ, ആ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി നിൽക്കുന്നതായ ദൈവതേജസ്സ് പൊങ്ങുമ്പോൾ അവരിതെല്ലാം അഴിച്ച് മടക്കി കിട്ടും. ഇതെല്ലാം അഴിച്ച്, കുറ്റികളൊക്കെ അഴിച്ച്, കയറുകൾ അഴിച്ചെല്ലാം മടക്കി പാക്ക് ചെയ്യും. എന്നിട്ട് മേഘം അടുത്ത സ്ഥലത്ത് നിൽക്കുന്നത് വരെ ചുമന്നുകൊണ്ട് പോകണം. അങ്ങനെ വഹിച്ചു കൊണ്ടുപോയി അടുത്ത സ്ഥലത്ത് എന്നത് നിവർത്തി കെട്ടണം. ഇത് കൊണ്ടുപോകുവാനായിട്ട് ദൈവം ക്രമീകരിച്ചിരുന്നതായ കാര്യങ്ങൾ, ഇത് വഹിച്ചു കൊണ്ടുപോകുവാനായിട്ടുള്ളതായ സ്വർഗത്തിൻ്റെ ക്രമീകരണങ്ങൾ, അതിൻ്റെ സംഖ്യാപുസ്തകം 7-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാടായി കുറച്ച് കാളകളെയും വണ്ടികളെയും കൊടുത്തിരുന്നു. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാടായി കൊടുത്ത കാളകളും വണ്ടികളുമുണ്ട്. അവ എന്താ ചെയ്തത്? വായിക്കാം, ഇനി വായിച്ചോ. അവ സമാഗമന കൂടാരത്തിന്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ. അവയെ ലേവരിൽ ഓരോരുത്തന് അവനവന്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണമെന്ന് കൽപ്പിച്ചു. മോശെ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയും അവർ ഗേർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയും അവൻ മെരാര്യർക്ക്, പുരോഹിതനായ അഹരോന്റെ പുത്രൻ ഈഥാമാരിന്റെ കൈക്കീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവൻ ഒന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. ഇവിടെ 2 വണ്ടിയും 4 കാളയും ഗേർശോന്യർക്ക് കൊടുത്തു.
4 വണ്ടിയും 8 കാളയും മെരാരിയർക്ക് കൊടുത്തു. അവർ ഇച്ചിരി കനമുള്ളതാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ 2 വണ്ടിയെ കൊള്ളൂല. 4 വണ്ടിയും 8 കാളയും മെരാരിയർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയും ഗേർശോന്യർക്ക് കൊടുത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും കനമുള്ളത് ചുമന്നുകൊണ്ട് പോകേണ്ടതായ കെഹാത്യർക്ക് അവനൊന്നും കൊടുത്തില്ല. ഈ വണ്ടിയോ കാളയോ ഒന്നും കൊടുത്തില്ല. ഓരോരുത്തർക്കായി ഈ വണ്ടിയും കാളയും ഒക്കെ ഇത് ചുമന്നു കൊണ്ടുപോകാൻ, വഹിച്ചു കൊണ്ടുപോകാൻ, ചിലപ്പോൾ അനേകം മൈൽ വഹിക്കണം, ചുമക്കണം. അനേകം മൈൽ അടുത്ത സ്ഥലത്ത് മേഘം എവിടെ നിൽക്കുന്നോ അവിടം വരെ അവർ യാത്ര ചെയ്യുക. മേഘം അവരുടെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ മേഘം പോകുന്നതിനൊത്തവണ്ണം അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മേഘത്തിൻ്റെ ചലനം എവിടെ നിൽക്കുന്നുവോ അവിടെയാണ് അവർ കൂടാരം അടിക്കേണ്ടത്. അപ്പോൾ മേഘം നിൽക്കുന്നത് വരെ ഇവ ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ ഇവിടെ ഗേർശോന്യർക്കും മെരാരിയർക്കും ഈ ശീലകളും തിരുനിവാസത്തിൻ്റെ പലകകളും എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ച് കാളകൾ വണ്ടി വലിച്ചു കൊള്ളും. പക്ഷേ ഏറ്റവും ഖനമുള്ളവ വഹിക്കേണ്ടതായ കെഹാത്യർക്ക് അവൻ വണ്ടികളോ കാളകളെയോ കൊടുത്തില്ല. കൃപാസനവും നിലവിളക്കും മേശയും ഇതൊരിക്കലും വണ്ടിക്കകത്ത് വയ്ക്കുവാനോ കാളകളെ കൊണ്ട് വലിപ്പിക്കുവാനോ പാടില്ല. തോളിൽ ചുമക്കണമെന്നാണ് അവരുടെ വേല. വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. തോളിൽ വഹിക്കണം. ഈ ഒരിക്കലും വണ്ടിക്കകത്ത് വയ്ക്കുവാനും കാളകളെ കൊണ്ട് വലിപ്പിക്കുവാനും പാടില്ല. അവരുടെ വേല തോളിൽ ചുമക്കുന്നതായ വേലയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഖദിരമരം കൊണ്ടുണ്ടാക്കി സ്വർണ്ണ തകിട് കൊണ്ട് അകവും പുറവും ഒക്കെ പൊതിഞ്ഞിരിക്കുന്ന അടുപ്പുപണിയായി ഉണ്ടാക്കിയിരിക്കുന്നതായ കെരൂബുകൾ, ഇതെല്ലാം നല്ല ഭാരമുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ആത്മീയ സത്യങ്ങൾ, വിലപ്പെട്ട ചില ആത്മീയ സത്യങ്ങൾ ദൈവം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ചുമലിൽ ഇരിക്കുന്നതായ ഉപകരണത്തിൻ്റെ ശ്രേഷ്ഠത അനുസരിച്ചാണ് അത് ചുമക്കേണ്ടത്. ആ ഉപകരണങ്ങളുടെ ശ്രേഷ്ഠത അനുസരിച്ച് അത് ചുമക്കേണ്ടത് വണ്ടിക്കാളയല്ല, അത് തോളിൽ വഹിക്കേണ്ടതാണ്. വണ്ടിക്കാളകൾക്ക് ചുമക്കാനുള്ളതല്ല ഒന്നും, അത് തോളിൽ ചുമക്കാനുള്ളതാണ്. ഞാനും നിങ്ങളും തോളിൽ വഹിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. വണ്ടിയിലോ വണ്ടിക്കാളയിലോ വയ്ക്കാനല്ല, വണ്ടിക്കാളകൾക്ക് ചുമക്കാൻ കൊടുക്കാനുള്ളതല്ല. നമ്മുടെ തോളിൽ വഹിക്കേണ്ടതായ ചിലതുണ്ട്. നാം വഹിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയനുസരിച്ച് ഞാൻ തന്നെ എൻ്റെ തോളിൽ തന്നെ അത് വഹിക്കണം. നാം തോള് കൊടുക്കണം. നിന്റെ തോളിൽ തന്നെ അത് ചുമക്കണം. എവിടെ മേഘം പൊങ്ങുന്നുവോ അവിടെ നിന്നതെടുത്ത് തോളിൽ വെച്ചാൽ, എവിടെ മേഘം നിൽക്കുന്നുവോ അവിടം വരെ തോളിൽ തന്നെ ചുമക്കണം. ഇടയ്ക്കൊന്നും അത് താഴെ വയ്ക്കാനോ ഇറക്കി വയ്ക്കാനോ പാടില്ല. മേഘം നിൽക്കുന്നത് വരെയും ചുമക്കണം. അഴിച്ചു കെട്ടി തോളിൽ വയ്ക്കുന്നത് തോളിൽ വെച്ചുകൊണ്ട് തന്നെ യാത്ര തുടരണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ വേല എന്ന് പറയുന്നത് ഇടയന്മാരുടെ വേലയാണ്. ഇടയന്മാർ ചെയ്യുന്നതായ വേല, ഇടയന്മാരുടെ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് മനഃപ്പാഠമായി പഠിച്ചതായ തിരുവചനം, സഭയിലെ 5 വിധ നിയമനങ്ങളുണ്ട്. 5 അപ്പോയിൻമെന്റ്സ്. ദൈവം സ്വർഗത്തിൻ്റെ നിയമനമാണ്.
സ്വർഗം നേരിട്ട് നിയമിച്ചിരിക്കുന്ന സ്വർഗീയ നിയമനങ്ങൾ 5 വിധ ഉദ്യോഗസ്ഥന്മാരെ സ്വർഗം സഭയിൽ നിയമിച്ചിട്ടുണ്ട്. ആരെല്ലാമാണത്? അപ്പോസ്തോലന്മാർ അപ്പോസൽസ്, പ്രവാചകന്മാർ പ്രോഫറ്റ്സ്, സുവിശേഷകന്മാർ ഇവാഞ്ചലി, ഇടയന്മാർ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രീസ്റ്റ്, ഇംഗ്ലീഷിൽ പാസ്റ്റേഴ്സ് എന്നാണ്, പ്രീസ്റ്റ് അച്ഛന്മാർ, തിരുമേനിമാർ, പട്ടക്കാർ, അഭിഷിക്തന്മാർ, ഉപദേഷ്ടാക്കന്മാർ ടീച്ചേഴ്സ് ഉപദേഷ്ടാക്കന്മാർ. ഇങ്ങനെ 5 വിധ നിയമനങ്ങൾ, 5 വിധ ഉദ്യോഗസ്ഥന്മാരെ ദൈവം സഭയിൽ നേരിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഇവരാണ് ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. സഭ എന്ന ഈ സഭയിൽ സ്വർഗത്തിൻ്റെ നിയമനങ്ങൾ ഇവരാണ്. അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അതിൽ ഈ അപ്പോസ്തോലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാർ, അവർ 3 പേരെ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഗേർശോന്യർ ചെയ്യുന്ന ശുശ്രൂഷയോട് ഊമിക്കാം. അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ. അയക്കപ്പെട്ടവരാണല്ലോ അപ്പോസ്തോലന്മാർ. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചന ജനത്തെ അറിയിക്കുന്നവർ, വചനം പറയുന്നവർ. അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, സുവിശേഷം അറിയിക്കുന്നവർ. ഇത് 3ഉം ഗേർശോന്യർ ചെയ്യുന്നതായ ശുശ്രൂഷയായിട്ട് നമുക്ക് ചിന്തിക്കാം. വീണ്ടും ഇടയന്മാർ, പാസ്റ്റേഴ്സ്, പ്രീസ്റ്റ് എന്നുവെച്ചാൽ ചില പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ നിയമിച്ച് ആക്കപ്പെടുന്നവരാണ് പുരോഹിത സ്ഥാനികൾ എന്ന് പറയും. പുരോഹിത വർഗമാണ് എല്ലാവരും. ലേവ്യ ഗോത്രമാണ് എല്ലാവരും. നാം എല്ലാവരും പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ പുരോഹിത സ്ഥാനികളുണ്ട്, പാസ്റ്റേഴ്സ്, ഇടയന്മാർ, ഇടയത്ത ശുശ്രൂഷ. അവർ ചെയ്യുന്നതായ വേലയാണെന്ത്? കെഹാത്യരുടെ വേല. കെഹാത്യർ, അതിവിശുദ്ധ സ്ഥലം സംബന്ധിച്ചുള്ള ശുശ്രൂഷകൾ. ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്നവർ. ഉപദേഷ്ടാക്കന്മാർ, അവരാണ് മെരാര്യർ, ഉപദേഷ്ടാക്കന്മാർ. ഉപദേശം എന്ന് വെച്ചാൽ ഈ തിരുനിവാസത്തിൻ്റെ പലകകൾ, 48 പലകകൾ, അതിൻ്റെ നീളം, അതിൻ്റെ വീതി, അതെങ്ങനെയാണ് തമ്മിൽ യോജിപ്പിക്കേണ്ടത്, തമ്മിൽ ഇണങ്ങി വെക്കുന്ന അന്താഴങ്ങൾ വെച്ച് എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, സഭയുടെ ഉപദേശങ്ങളുണ്ട്. പഠിപ്പിക്കുന്നവർ, ഉപദേഷ്ടാക്കന്മാർ. ഈ സഭയോട് ചേർന്നാണ് ഈ സമാഗമന കൂടാരം. പഴയ നിയമത്തിലെ സമാഗമന കൂടാരമാണ് പുതിയ നിയമ സഭ. വേറൊരു കാര്യം കൂടെയാണ്, ഞാൻ പറഞ്ഞിരുന്നു, ദൈവത്തിന് ഒരു സമയത്ത് ഒരാലയമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു സമയത്ത് ഭൂമിയിൽ ദൈവത്തിന് ഒരാലയമേ ഉള്ളൂ. ഒന്നാമത്തെ കെട്ടിയുണ്ടാക്കപ്പെട്ട ആലയം സമാഗമന കൂടാരം. അതെപ്പോ വരെയുണ്ട്? ശലോമോന്റെ കാലം വരെ. ശലോമോൻ യെരുശലേം ദൈവാലയം പണിതു. പിന്നെ സമാഗമന കൂടാരം ഇല്ല. പിന്നെ യെരുശലേം ദൈവാലയമാണ്. യെരുശലേം ദൈവാലയം തകർക്കപ്പെട്ടു AD 70. അപ്പോൾ സഭ എന്ന ദൈവത്തിൻ്റെ ആലയം ഭൂമിയിൽ കൂദാശ ചെയ്യപ്പെട്ടു. പെന്തക്കോസ് നാളിലാണ് സഭയുടെ കൂദാശ നടക്കുന്നത്. ഇപ്പോൾ ഭൂമിയിൽ യെരുശലേം ദേവാലയം ഇല്ല. ഇതുവരെ പണിയാനും പറ്റിയിട്ടില്ല അവർക്ക്. യഹൂദന്മാർ, ഇസ്രായേൽ ഇത്രമാത്രം ശക്തിയുള്ളവരാണെങ്കിലും അവൻ്റെ ആലയം പണിയാൻ ഇതുവരെ അവന് കഴിഞ്ഞിട്ടില്ല. അവൻ ആലയം പണിയും. ഭൂമിയിൽ അവൻ ആലയം പണിത് ദൈവ തേജസ് ആ ആലയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ദൈവാലയമാവുന്ന സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കും. അങ്ങനെയാണ് തിരുവചന ഉപദേശം പറയുന്നത്. ഒരു സമയത്ത് ഒരാലയം മാത്രം. അപ്പോൾ ഈ സഭയാകുന്ന ആലയത്തിൽ നടക്കേണ്ടതായ ശുശ്രൂഷകൾ ഇതെല്ലാമാണ്. അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഗേർശോന്യർ ചെയ്യുന്നതായ ശുശ്രൂഷകൾ, ഇടയന്മാർ, പാസ്റ്റേഴ്സ്, കെഹാത്യർ ചെയ്യുന്നതായ ശുശ്രൂഷ,
ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ്, മെലാരിയർ ചെയ്യുന്നതായ ശുശ്രൂഷകൾ. എന്തിനു വേണ്ടിയാണ് ഈ നിയമനങ്ങൾ ആലയത്തിൽ വച്ചിരിക്കുന്നത്, സഭയിൽ വച്ചിരിക്കുന്നത്? അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിച്ചത്, നാം കണ്ടത്. എന്തിനു വേണ്ടിയാണ് ഈ ശുശ്രൂഷകളെല്ലാം, ഈ നിയമനങ്ങളെല്ലാം സഭയിൽ ദൈവം നൽകിയിരിക്കുന്നത്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ളതായ പരിജ്ഞാനത്തിലുള്ളതായ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ഇതെല്ലാം ഒന്ന് തിരിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലൻ ഈ ഒരു വാക്യത്തിൽ അടക്കം ചെയ്തിരിക്കുന്നതായ ആശയങ്ങൾ, ഉപദേശ സത്യങ്ങൾ എത്ര ആഴമേറിയവായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ നിയമനങ്ങളെല്ലാം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും എല്ലാം മൂപ്പന്മാരെയും എല്ലാം ദൈവം സഭയിൽ നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ളതായ പരിജ്ഞാനത്തിലുള്ള ഐക്യതയും, യേശു ആരാണ് എന്ന് ശരിയായി ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് ആരാണ് എന്ന് ഓരോ വിശ്വാസികളെയും യേശു ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. കർത്താവ് ആരാണ്? അവൻ എന്താണ് ചെയ്തത്? ഇന്ന് അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശുവിനെ കുറിച്ച് അറിയുന്നവരായി, അനുഭവിക്കുന്നവരായി, എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരായി മാറാൻ തക്കവണ്ണം സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ് അവര്. ദൈവത്തിന് സ്തോത്രം. അവരെല്ലാം യേശുവിനെ അറിയണം. എല്ലാവരും ഒരുപോലെ യേശുവിനെ മനസ്സിലാക്കണം. അങ്ങനെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുവിശേഷകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും പ്രവാചകന്മാരെയും മൂപ്പന്മാരെയും എല്ലാം സഭയിൽ ആക്കി വച്ചിരിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നവരുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ആ പ്രവാചകന്മാരുണ്ടാകണം, മൂപ്പന്മാരുണ്ടാകണം, സുവിശേഷകന്മാരുണ്ടാകണം. ഇവരെല്ലാവരും ഒരുപോലെ ചേർന്ന് നിന്നുകൊണ്ട് സഭയിലുള്ള ഓരോ വിശ്വാസികളും യേശു ക്രിസ്തുവിനെ കുറിച്ച് ശരിയായി ഒരുപോലെ മനസ്സിലാക്കി, എപ്പോഴും മനസ്സിലാക്കി നിൽക്കണം. അവർ സിംഹാസനത്തെ കണ്ട് നടക്കാനല്ല, ഏതെങ്കിലും നേതാക്കന്മാരെ കണ്ട് നടക്കാൻ, അവരുടെ പുറകെ പോകാനല്ല, അല്ലെങ്കിൽ കുറേ സ്കൂളുകളോ കോളേജുകളോ ഹോസ്പിറ്റലുകളോ ഉണ്ടാക്കി അതിൻ്റെ ഭരണവും ചുമതലയുമായിട്ട് നടക്കാനല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ ഒരുപോലെ അനുഭവിക്കുന്നവരായി എല്ലാ വിശ്വാസികളെയും മുന്നോട്ട് നടത്തേണ്ടതിന് വേണ്ടി കർത്താവ് നിയമിച്ചിരിക്കുന്ന നിയമനങ്ങളാണിതെല്ലാം. ദൈവത്തിന് സ്തോത്രം. ഈ ആലയം കൊണ്ടുപോകുമ്പോൾ, സമാഗമന കൂടാരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 60 തൂണുകളിൽ ഒരു തൂൺ നഷ്ടപ്പെട്ടാൽ ആലയം അവിടെ വൃത്തികെട്ടാൻ ശരിയാകുകയില്ല, പറ്റുകയില്ല. എല്ലാവരും ഒരുപോലെ വഹിക്കണം. എല്ലാത്തിനും കൃത്യം എണ്ണമാണ്. ഒരു കൊളുത്ത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ആലയം നല്ലതുപോലെ വൃത്തികെട്ടാൻ പറ്റുകയില്ല. എല്ലാവരും ഒരുപോലെ നിന്ന് ശുശ്രൂഷ ചെയ്യണം. ഈ ആലയം ഏറ്റവും ഭംഗിയായി വൃത്തികെട്ടുവാൻ ആലയത്തിൻ്റെ ശുശ്രൂഷ, ഈ ശുശ്രൂഷകന്മാരെയെല്ലാം, ഈ നിയമനങ്ങളെയെല്ലാം സഭയിൽ കർത്താവ് വച്ചിരിക്കുന്നു. ഓരോന്നും നാം ചിന്തിക്കണം. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ളതായ പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു.
ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്ക്, സഭയിൽ ഓരോ വിശ്വാസികളും ആത്മീക വർധനവ് പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാക്കുകളൊക്കെ എങ്ങനെയായിരിക്കണം, നമ്മുടെ ശുശ്രൂഷകളൊക്കെ എങ്ങനെയായിരിക്കും. എന്തിനാണ് സാക്ഷ്യം പറയുന്നത്? നാം കൂടി വരുമ്പോൾ ഓരോരുത്തരും സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ ആത്മീയ വർധനവിന് വേണ്ടിയിട്ടാണ്. നാം ജയത്തിൻ്റെ സാക്ഷ്യം പറയുന്നവരാകണം. എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, ഞാൻ നിന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് മറ്റുള്ളവരെ പുറകോട്ട് വലിക്കാൻ ഉപയോഗിക്കുകയുള്ളൂ. ഞാൻ നിന്നു, എൻ്റെ കർത്താവിനെ നിർത്തി, എൻ്റെ ദൈവത്തിൻ്റെ കൃപ എനിക്ക് തുണ നിന്നു. നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം ജയത്തിൻ്റെ സാക്ഷ്യങ്ങളായിരിക്കണം. ആത്മീയ വർധനവിന്, മറ്റുള്ളവർക്ക് ചലനമുണ്ടാക്കാൻ തക്കവണ്ണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയ്ക്ക്, അപ്പോൾ ഈ വിശുദ്ധന്മാർ അവരുടെ സ്ഥാനത്ത് നിന്നും എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ അവർ തെറ്റിപ്പോകുന്നതായ അനുഭവങ്ങളുണ്ട്. വിശ്വാസികൾ അവർ തെറ്റിപ്പോകുന്നതായ അനുഭവങ്ങളുണ്ട്. അവരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയ്ക്ക്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയ്ക്ക്, അതിനു വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, ആത്മാവ് ഓരോന്നും ഡീല് ചെയ്ത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഡീല് ചെയ്ത് എവിടെയെല്ലാമാണ് തെറ്റുപറ്റിയിട്ടുള്ളത് എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്ത്, അങ്ങനെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുള്ളതായ ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ഏതാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇല്ലേ? ക്ലിയർ ആയോ? ഞാനത് പഴയ നിയമത്തിലെ സമാഗമന കൂടാരമെന്ന ആലയത്തിൻ്റെ വേലയും, അത് നിഴല, ഇന്നുള്ളതിൻ്റെ സാക്ഷാൽ ഇന്നായിരിക്കുന്നതിൻ്റെ നിഴലാണത്. മുൻകൂടാരം, ഇപ്പോഴുള്ള നിഴൽ. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ എബ്രായ ലേഖനം നിങ്ങളൊന്ന് വായിക്കണം. ഇത് പഠിച്ചിട്ട് നിങ്ങൾ ഇനി എബ്രായ ലേഖനം 9, 10 അധ്യായങ്ങളെല്ലാം വായിക്കണം, എബ്രായ ലേഖനം. അപ്പോൾ ഇങ്ങനെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിൻ്റെ ശുശ്രൂഷ നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പരിജ്ഞാനം, അവൻ ആര്, യേശു എന്താണ്, ആരാണ് എന്നുള്ളത് എപ്പോഴും എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കി നാം എല്ലാവരും ക്രിസ്തു എന്ന തലയോളം വളരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷകളെല്ലാം. വീണ്ടും നാം അടുത്ത തവണ അടുത്ത ആഴ്ച മനപ്പാടത്തിനായി വെച്ചിരിക്കുന്നതായി വാക്യം ഇങ്ങനെ ഈ രീതിയിലുള്ള ശുശ്രൂഷകൾ, ഇവിടെ ശുശ്രൂഷകളാൽ, ഈ നിയമനങ്ങൾ, ഈ സഭയിൽ കർത്താവ് ആക്കിയിരിക്കുന്ന ഇവരുടെ ശുശ്രൂഷകളാൽ അങ്ങനെ നാം ഇനി, അതിൻ്റെ 14-15 വാക്യങ്ങൾ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. അപ്പോൾ ഈ ശുശ്രൂഷകന്മാരും ഇവരുടെ ശുശ്രൂഷകളും ഈ ആലയത്തിൽ ഉണ്ടായാൽ മാത്രമേ, സഭയിൽ കൂട്ടായ്മയിൽ ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെ വളരാൻ കഴിയുകയുള്ളൂ. എങ്ങനെ? അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ, ഇരിപ്പന്നൊക്കെ ഒത്തിരി അങ്ങ് പോവും. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അവരങ്ങനെ പറയുന്നു, അതല്ലേ ശരി, ഇതല്ലേ ശരി, അങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ, അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അങ്ങനെ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ സഭയിലെ കാറ്റ് ഒത്തിരി വീശി. ആദ്യ നൂറ്റാണ്ട് മുതൽ ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ വന്നു. ദുരുപദേഷ്ടാക്കന്മാർ, ഉപദേശത്തിൻ്റെ കാറ്റുകൾ
സഭയിൽ 1-ാം നൂറ്റാണ്ട് മുതൽ വീശി അനേകരെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞു തന്നത്, പലതരം ഉപദേശങ്ങളഹോ ഇല്ലേ, ഒന്ന് പാടാം. പൗലോസ്ലീഹ ധന്യൻ ചൊൽ കേട്ടേ നിദേവം. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേ നിദേവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി ആരാനും വന്നറിയിച്ചാൽ വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തോട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷക്കാരും ഇവരുടെ ശുശ്രൂഷകളും. ഈ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ദൈവസാന്നിധ്യത്തിൻ്റെ തണലിൻ്റെ കീഴിൽ ഈ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നെയും നിങ്ങളെയും ശരിയായ ആത്മീയത്തിൻ്റെ വഴിയിൽ ഈ ലോകമാകുന്ന മരുഭൂമിയിലൂടെ, ഈ ജീവിതമാകുന്ന മരുഭൂമിയിലൂടെ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം, ശരിയായി നടത്തുവാൻ തക്കവണ്ണം ആക്കവെക്കപ്പെട്ടതായ ശുശ്രൂഷകളും ശുശ്രൂഷക്കാരും, ആലയം വഹിച്ചു കൊണ്ടുപോകുവാൻ തോളിൽ ചുമക്കാൻ ആള് വേണം. ദൈവത്തിന് സ്തോത്രം. തോളിൽ വഹിക്കുവാൻ ആളുകൾ വേണം. ദൈവത്തിന് മഹത്വം. കെഹാത്യർ അവിടെ തോളിൽ നിന്ന് വെക്കാൻ പാടില്ല, എപ്പോഴും തോളിലുണ്ടാകണം. ക്രിസ്തു തോളിലുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ തോളിൽ നിന്ന് നാം ഇറക്കി വെക്കരുത്, നമ്മുടെ തോളിൽ തന്നെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. വഹിച്ചു കൊണ്ടിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യം നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ചു പറയുന്നതായ വാക്കുകൾ നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം എഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല. 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ 3 സംവത്സരം രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. രാവ് പോലും തോളിൽ നിന്ന് താഴെ വയ്ക്കുന്നില്ല. ഞാൻ രാവും പകലും നിങ്ങളെ തോളിൽ തന്നെ വഹിച്ചു. ഞാൻ നിങ്ങളെ കൊണ്ടു നടന്നു. ഞാൻ രാവും പകലും കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് വ്യക്തികളായി ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം, നിങ്ങളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. 13-ാം അധ്യായം 17-ാം വാക്യം, അവർ കണക്ക് ബോധിപ്പിക്കുന്നവരാകയാൽ ദൈവത്തിന് സ്തോത്രം. മൂപ്പന്മാർ തോളിൽ നിന്ന് വെക്കാൻ പാടില്ല, തോളിൽ നിന്ന് താഴെ വെക്കാൻ പാടില്ല. അവര്
കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഇത് അവർ നൽകിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നല്ലതല്ല. താഴെ വെക്കരുത്. ഞാനും നിങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം, ഈ ക്രിസ്തുവിനെ, സാക്ഷ്യപെട്ടകം, ക്രിസ്തുവിനെ കാണിക്കുന്നത്. സാക്ഷ്യപെട്ടകം തോളിലേന്തി കഴിഞ്ഞാൽ അതെപ്പോഴും തോളിൽ തന്നെ ഇരിക്കണം. അത് താഴെ വെച്ചിട്ട് പിന്നെ ഒരു കാര്യമില്ല. ഈ മുഴുവൻ സമയവും സുവിശേഷ വിലയുന്നവരുണ്ട്, ജോലിയോടുകൂടെ സുവിശേഷ വിലയുന്നവരുണ്ട്. അതെല്ലാം ദൈവം വിളിച്ചാക്കുന്നതാണ്. ജോലിയോടുകൂടെ, ബിസിനസ്സിനോടുകൂടെ നമ്മൾ സുവിശേഷ വില ചെയ്യുമ്പോൾ, ജോലി ചെയ്യുന്നിടത്തും ഈ പെട്ടകം തോളിൽ നിന്ന് താഴെ വെച്ചിട്ട് ഒരു ജോലി ചെയ്യാൻ ഇടവരരുത്. ഞാൻ സുവിശേഷ വില ചെയ്യുമ്പോൾ പെട്ടകം താഴെ വയ്ക്കും, സുവിശേഷ യോഗത്തിന് പോകുമ്പോൾ പെട്ടകം തോളിൽ വയ്ക്കും, ജോലിയിലേക്ക് എൻ്റെ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ പെട്ടകം എവിടെയെങ്കിലും വെച്ചിട്ട് പോകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ജോലിക്കാരോട് ഇടപെടുമ്പോഴും മറ്റുള്ളവരുമായി നമ്മൾ ഓരോ കാര്യങ്ങളിൽ പെരുമാറുമ്പോഴും നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോഴും എല്ലാം ഇത് ഈ പെട്ടകം താഴെ വെച്ചിട്ടല്ല നാം ചെയ്യേണ്ടത്, തോളിൽ തന്നെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദാവീദിനും ഉസയ്ക്കും സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കാനിട വരരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാവുന്നതായ കാര്യമായതുകൊണ്ട് ഞാനത് വായിച്ച് സമയം മുന്നോട്ട് പോയല്ലോ. 2 ശമൂവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ വിവരക്കേട് പറ്റി. ഈ വചനത്തിലെ തിരുവചന സത്യങ്ങൾ അറിയാതെ, പ്രമാണമറിയാതെ വേലയ്ക്കിറങ്ങാനിട വരരുത്. ദൈവവേലക്കാർ പ്രമാണം അറിയണം. നല്ല ഉദ്ദേശം, പെട്ടകം കൊണ്ടുവരണം, അതാണ് ഉദ്ദേശം. നല്ല പുതിയ വണ്ടി ഉണ്ടാക്കി കാളകളൊക്കെ കെട്ടി വണ്ടിക്കകത്ത് വെച്ച് ഉസയൊക്കെ കൂടെ ഇരുന്നു. പിന്നെ വലിയ ആദരവോടും ഭയത്തോടും ഭക്തിയോടും എല്ലാം കൂടെ. പക്ഷേ പ്രമാണം തെറ്റിച്ചു. ചട്ടപ്രകാരമല്ലായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കത് സംഭവിക്കരുത്. അതുകൊണ്ടാണ് നാം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ, പ്രമാണം നമ്മുടെ ഇഷ്ടത്തിനൊന്നും മാറ്റാവുന്നതല്ല. ദാവീദ് രാജാവായിരിക്കാം, പക്ഷേ അവൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം പെട്ടകം കൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവവേല വളരെ സൂക്ഷിക്കണം, വളരെ കരുതലോടെ നിൽക്കണം, ദൈവീകമായ പ്രമാണപ്രകാരം ചെയ്യണം. ഉസ ആ ക്ഷണത്തിൽ, ആ സെക്കൻഡിൽ അവൻ പട്ടുപോയി, അവൻ മരിച്ചുപോയി. ഒന്ന് തൊട്ടേ ഉള്ളൂ. നല്ല കാര്യമല്ല ചെയ്തത്. പെട്ടകം കുലുങ്ങി താഴെ പോകുമെന്ന് കരുതി തൊട്ടതേ ഉള്ളൂ. ദാവീദിനും ഉസയ്ക്കും സംഭവിച്ചതൊന്നും നമുക്ക് സംഭവിക്കാനിട വരരുത്. കോടികൾ വില മതിക്കുന്നതായ കൂടാരം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിലെ ശുശ്രൂഷകൾ, കോടികൾ വില മതിക്കുന്നതായ ഈ കൂടാരം, അത് വെച്ചിരുന്നത് എവിടെയാണ്? വെറും മണ്ണിലാണ് വെച്ചിരുന്നത്. വെറും മണ്ണിൽ. ദൈവം കൃപ വരുന്നുവെങ്കിൽ നമുക്ക് വരുന്ന ആഴ്ചയിൽ ചിന്തിക്കാം. സമയം മുന്നോട്ട് കടന്നുപോയല്ലോ. നാം നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങൾ, ചില പ്രമാണങ്ങൾ, കർത്താവേ കൃപയാൽ ക്രിസ്തുവിനെ തോളിൽ വഹിപ്പാൻ, സുവിശേഷം തോളിൽ വഹിപ്പാൻ, അത് വണ്ടിക്കാളെയല്ല ചുമക്കേണ്ടത്. സുവിശേഷ വേല സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം വണ്ടിക്കാളിയുടെ പുറത്ത് വെക്കരുത്. ദൈവമക്കൾ തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞ് പറ്റുമെങ്കിൽ നമ്മൾ സുവിശേഷ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ശുശ്രൂഷകളെല്ലാം ചെയ്യണം. ബാൻഡ് കെട്ടാൻ വേണമെങ്കിൽ ഭായിമാരെ വിടാം, പോസ്റ്റർ വയ്ക്കുക, പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ വേണമെങ്കിൽ അതിനൊക്കെ വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ കരയുന്ന, കണ്ണുനീരോടെ വേദിക്കുന്ന ദൈവമക്കളുടെ കൈകൾ തന്നെ പശുതൂത്ത് ഒട്ടിക്കുന്നതാണ് നല്ലത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. ബാനർ കെട്ടുന്നതും ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്നതും കൺവെൻഷൻ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നതും കസേരയിടുന്നതും എല്ലാം വേണമെങ്കിൽ കൂലിക്ക് ചെയ്യിക്കാം. ഭവന സന്ദർശനവും നോട്ടീസ് കൊടുക്കാനും ഒക്കെ വേണമെങ്കിൽ ഭായിമാരെ വിടാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് കാളകൾ വലിക്കാനുള്ളതല്ല, കാളവണ്ടിയിൽ വയ്ക്കാനുള്ളതല്ല. ഇത്
ദൈവമക്കളുടെ തോളിൽ വഹിക്കേണ്ടതാണ് ഈ ശുശ്രൂഷ. അത് തോളിൽ വെക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ മഹത്വം. തോളിൽ നിന്ന് അത് എവിടെ മേഘം നിൽക്കുന്നുവോ അവിടെ വെക്കേണ്ടടുത്ത് എത്തുന്നത് വരെ, മേഘം താഴുന്നത് വരെ തോളിൽ വഹിച്ചുകൊണ്ട് നടക്കണം. മാറി നിൽക്കരുത്. കർത്താവേ, ഈ സുവിശേഷത്തിന് തക്കവണ്ണം ജീവിതത്തിൻ്റെ എല്ലാ വഴിയിൽ നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ദൈവവരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, ആലയത്തിലെ വേലയെ സംബന്ധിച്ച്, ഈ ആലയം മരുഭൂമിയിൽ കൂടെ വഹിച്ചു കൊണ്ടുപോകുന്നത് സംബന്ധിച്ച്, ഈ ലോകത്ത് അങ്ങയുടെ സാക്ഷ്യം വഹിക്കുന്നത് സംബന്ധിച്ച്, സുവിശേഷ വേല ചെയ്യുന്നത് സംബന്ധിച്ച് അവിടുത്തെ തിരുവചനത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകി തന്ന പാഠങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തികഞ്ഞവരായി നിന്ന് നിന്റെ വേല ചെയ്യുവാൻ, ഒന്നിലും ലജ്ജിക്കാത്തവരായി നിന്ന് നിന്റെ വേല ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.